सब लोग क्यों खुश हैं? നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നതുകൊണ്ട് സന്തോഷമായിരിക്കും. आप लोग सब परमेश्वर का उपस्थिति में है, इसलिए आप लोग सब खुश हैं. വചനം പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. परमेश्वर का वचन सिखाता है कि परमेश्वर का उपस्थिति में आनंद का भरपूरता है. നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ നല്ല കുഞ്ഞുങ്ങളാണ്. आप लोग सब परमेश्वर का अच्छा बच्चों हैं. കഴിഞ്ഞ ദിവസവും ഇന്നുമായിട്ട് എല്ലാവരും സന്തോഷമായിരിക്കുന്നു. पिछले दिन का और आज का प्रोग्राम सब लोग खुशी से मना रहा है. കുറെ കാര്യങ്ങൾ പഠിച്ചോ? बहुत अधिक बातों को आप लोग सीख पाया है क्या? നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? आप लोग क्या क्या सीखा? डांस सीखा, ഡാൻസ് പഠിച്ചു, സോങ് പഠിച്ചു, और क्या सीखा? വചൻ പഠിച്ചു, वचन सीखा, और क्या सीखा? ഗെയിംസ് കളിച്ചു. गेम्स आप लोग सीखा. എല്ലാ പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാനായിട്ടിടയായി. ऐसा बहुत अधिक बातों आप लोग इस मीटिंग के द्वारा सीखा. നമ്മൾ അല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് പോവുകയാണ്. अभी थोड़ा समय हम लोग आगे परमेश्वर का वचन से सुनने के लिए जा रहे हैं. ദൈവവചനം കേൾക്കാൻ താല്പര്യമുണ്ടോ? परमेश्वर का वचन सुनने के लिए इच्छा है. ദൈവവചനം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്. परमेश्वर का वचन हम सबको आशीष देने वाला है. എല്ലാവരും ദിവസവും ദൈവവചനം പഠിക്കണം. सब लोग परमेश्वर का वचन हर दिन पढ़ना चाहिए. എത്ര പേര് സക്കായെ കുറിച്ച് കേട്ടിട്ടുണ്ട്? സക്കിയസ് कितना लोग सक्कियुस के बारे में सुना है? जकाई के बारे में कितना लोग सुना है? जकाई के बारे में. സക്കായി ആരായിരുന്നു? जकाई कौन था? ചുങ്കം പിരിക്കുന്ന വ്യക്തിയായിരുന്നു സക്കായി. चुंगी लेने वाला था जकाई. അവൻ നല്ല വ്യക്തിയായിരുന്നു? वो अच्छा व्यक्ति था क्या? എന്തായിരുന്നു അവൻ ചെയ്ത തെറ്റ്? वो क्या गलत काम किया था? അവൻ ചുങ്കം പിരിക്കുന്നവനായിരുന്നു. वो चुंगी लेता, മറ്റുള്ളവരിൽ നിന്നൊക്കെ പണം അപഹരിച്ചെടുക്കുന്ന വ്യക്തിയായിരുന്നു. दूसरों से सब पैसा लेने वाला व्यक्ति. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു സക്കായി. ऐसा एक व्यक्ति था जकाई. സക്കായിയുടെ ഹൃദയത്തിൽ വലിയ വാഞ്ച എന്തായിരുന്നു? जकाई का हृदय का बहुत बड़ा इच्छा क्या था? എല്ലാ കുഞ്ഞുങ്ങളും ഇവിടെ ശ്രദ്ധിച്ചാണ്. സക്കായിയുടെ ഹൃദയത്തിലെ വാഞ്ച എന്തായിരുന്നു? सब बच्चों इधर ध्यान से देखना, इधर देखकर बैठना चाहिए. जकाई का हृदय का इच्छा क्या था? യേശുവിനെ കാണണം. यीशु मसीह को देखना. നിങ്ങൾക്ക് എത്ര പേർക്ക് യേശുവിനെ കാണുവാനായിട്ട് ഇഷ്ടമുണ്ട്? आप लोग कितना लोग चाहता इच्छा है यीशु मसीह को देखने के लिए? എല്ലാവർക്കും യേശുവിനെ കാണുവാനായിട്ട് ഇഷ്ടമുണ്ട്. आप सबको इच्छा है कि आप सबको पसंद है कि यीशु मसीह को देखने के लिए. നിങ്ങൾ ആരെങ്കിലും യേശുവിനെ കണ്ടിട്ടുണ്ടോ? आप लोग में से कोई देखा है क्या यीशु मसीह को? യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ടോ? यीशु मसीह को देखने के लिए इच्छा है क्या? യേശുവിനെ കാണണമെങ്കിൽ നാം എന്ത് ചെയ്യണം? यीशु मसीह को देखने के लिए हम लोग क्या करना चाहिए? സക്കായിയെ കുറിച്ച് പറയുന്നു. സക്കായിയുടെ ഹൃദയത്തിൽ വലിയ ഒരു വാഞ്ച ഉണ്ടായിരുന്നു യേശുവിനെ കാണുവാനായിട്ട്. जकाई के बारे में ऐसा कहता है कि जकाई के अंदर बहुत बड़ा इच्छा था कि यीशु मसीह को देखने के लिए. നിങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹമാണ് എനിക്ക് യേശുവിനെ കാണണമെന്ന് പറയുന്നത്. आप लोगों के अंदर भी बहुत बड़ा एक इच्छा होना चाहिए कि यीशु मसीह को देखना चाहिए. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ കാണുവാനായിട്ട് കഴിയും. आपके अंदर ऐसा एक बहुत बड़ा इच्छा होगा तो आप लोग यीशु मसीह को देख सकता है. സക്കായി എന്താണ് ചെയ്തത്? ये जकाई ने क्या किया? യേശു യെരിഹോവിലേക്ക് വരുന്ന അറിഞ്ഞിട്ട് यीशु यरीहो के ओर आ रहे करके सुनकर യേശുവിനെ കാണുവാനുള്ള വലിയ വാഞ്ചയായിട്ട് സക്കായി അതിന്റെ അരികിലേക്ക് ഓടിപ്പോവാനുണ്ട്. यीशु को देखने के लिए पसंद कर कर वो रास्ता के बगल में गया. ഈ യേശു ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സക്കായി ഓടിപ്പോവുകയാണ്. यीशु है करके बोलने वाला वो जगह के ओर वो दौड़ कर गया. യേശുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞോ? यीशु को वो देख पाया कि नहीं? ആദ്യം യേശുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞോ? पहले वो यीशु को देख पाया? യേശുവിനെ കാണുവാനായിട്ട് കഴിയാത്തതിന് തടസ്സം എന്തായിരുന്നു? यीशु को देखने के लिए नहीं, यीशु को नहीं देख पा रहा था. क्यों नहीं देख पा रहा था? क्यों? അവൻ ചോട്ടയായിരുന്നുകൊണ്ട് അവന് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. क्योंकि वो बहुत छोटा व्यक्ति था इसलिए वो नहीं देख पाया. അവന് പൊക്കമില്ലാത്തത് കൊണ്ട് അവന് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. वो लंबा नहीं था इसलिए वो नहीं देख पाया. മറ്റൊരു കാരണം എന്താണ് യേശുവിനെ കാണുവാൻ കഴിയാത്ത? दूसरा एक कारण क्या था क्यों यीशु मसीह को नहीं देख पाया?
വലിയ ആൾക്കൂട്ടം കാരണം യേശുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞു. बहुत बड़ा भीड़ यीशु के सामने था, इसलिए नहीं देख पाया. യേശുവിനെ കാണുവാനായിട്ട് സക്കായിയുടെ ഉള്ളിൽ വലിയ വാഞ്ചയുണ്ടായിരുന്നു. പക്ഷേ വലിയ ആൾക്കൂട്ടം കാരണം യേശുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞു. यीशु मसीह को देखने के लिए बहुत बड़ा इच्छा था, लेकिन बहुत भीड़ के कारण यीशु मसीह को वो देख नहीं पाया. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുവിനെ കാണുവാനായിട്ട് ഇഷ്ടമുണ്ട്. आप लोग सब यीशु मसीह को देखने के लिए पसंद करते हैं. എന്നാൽ പലപ്പോഴും യേശുവിനെ കാണുവാനായിട്ട് കഴിയാത്തത് നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പമുള്ള കൂട്ടാണ്. आप लोगों को भी इच्छा है यीशु को देखने के लिए, लेकिन नहीं देख पाता है क्योंकि आपके दोस्तों के साथ जो दोस्ती आपको है. പലപ്പോഴും പാപം കാരണമാണ് യേശുവിനെ കാണുവാനായിട്ട് കഴിയാത്തത്. क्योंकि आपके अंदर जब पाप होता है आप यीशु मसीह को नहीं देख पाता. യേശുവിനെ കാണണമെങ്കിൽ ഒന്നാമതായിട്ട് ഹൃദയത്തിൽ വലിയ വാഞ്ച വേണം. यीशु को देखने के लिए हृदय के अंदर बहुत बड़ा इच्छा होना चाहिए. രണ്ടാമതായിട്ട് യേശുവിനെ കാണുവാനുള്ള വലിയൊരു ആഗ്രഹത്തോടെ നിങ്ങൾ യാത്ര ചെയ്യുവാൻ തയ്യാറാണ്. दूसरा, यीशु मसीह को देखने के लिए एक बहुत बड़ा इच्छा के साथ आप यात्रा करना चाहिए. സക്കായി വലിയ വാഞ്ചയോടെ നടന്ന് യേശുവിന്റെ അരികിലേക്ക് പോകുവാൻ ശ്രമിച്ചപ്പോൾ യേശുവിനെ കാണുവാൻ കഴിയാതെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായി. जक्कई बहुत इच्छा के साथ यीशु को देखने के लिए जब गया तो उधर बहुत बड़ा भीड़ के कारण यीशु मसीह को नहीं देख पाया. എന്ന് പറഞ്ഞ് യേശുവിനെ കാണുവാൻ കഴിയാത്തതുകൊണ്ട് സക്കായി ഭാരപ്പെട്ട് മടങ്ങി ഭവനത്തിലേക്ക് പോയില്ല. लेकिन जो यीशु मसीह को नहीं देख पाए इसलिए दुख होकर वो वापस घर नहीं लौटा. എന്താണ് സക്കായി ചെയ്തത്? क्या जक्कई ने किया? അതെ, സക്കായി ഒരു കാട്ടത്തിയിൽ മേൽ കയറുവാനായിട്ട് തുടങ്ങി. और जक्कई वो कुल्लन के पेड़ पर चढ़ गया. ആ കുള്ളനായ സക്കായി ആ കാട്ടത്തിയുടെ ഏറ്റവും മുകളിലേക്ക് കയറുവാനായിട്ട് തയ്യാറായി. वो छोटा जक्कई कुल्लन का पेड़ के सबसे ऊपर चढ़ गया. യേശുവിനെ കാണുവാനായിട്ട് വളരെ പ്രയാസമുണ്ടായിട്ട് പ്രതികൂലങ്ങൾ പലതും ഉണ്ടായിട്ടും അവനവന്റെ ഹൃദയത്തിൽ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നുകൊണ്ട് ആ കാട്ടത്തിയുടെ മുകളിൽ കയറുവാനായിട്ട് തയ്യാറായി. उसको यीशु मसीह को देखने के लिए बहुत बड़ा मुसीबत और समस्या परेशानी था, लेकिन फिर भी वो उसको देखने के लिए कुल्लन के पेड़ के ऊपर चढ़ गया. കാട്ടത്തിയുടെ മുകളിൽ കയറിയിരിക്കുമ്പോൾ യേശു അതുവഴിയായിട്ട് വരുവാനായിട്ട് ഇടയായി. वो जब उस पेड़ के ऊपर चढ़कर बैठा तो यीशु मसीह उस रास्ता से आया. യേശു എന്താണ് പറഞ്ഞത്? यीशु ने क्या बोला? സക്കായി താഴേക്ക് ഇറങ്ങി വാ, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ये जक्कई आप नीचे उतर आओ, मैं आज आपके घर में वास करना चाहता हूं. സക്കായിയുടെ ഹൃദയത്തിലെ വാഞ്ച യേശു അറിഞ്ഞ് യേശു അവന്റെ അടുത്തേക്ക് വരുവാനായിട്ട് തയ്യാറായി. जक्कई का हृदय का अंदर का इच्छा को जानकर यीशु मसीह ने ऐसा काम किया. നിങ്ങൾക്ക് യേശുവിനെ കാണുവാൻ വലിയ ആഗ്രഹമുണ്ടെങ്കിൽ യേശുവിന്റെ അരികിലേക്ക് പോകുവാൻ തയ്യാർ. യേശു നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാനായിട്ട് ഇടയാകും. आपको यीशु मसीह को देखने के लिए बहुत बड़ा इच्छा होगा तो आप लोग नहीं जानने से भी यीशु आपके पास आएगा. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. നിങ്ങളുടെ ഹൃദയത്തിൽ വാഞ്ചയുണ്ട് യേശുവിനെ കാണുവാനായിട്ട്. आपके हृदय के अंदर इच्छा है क्या यीशु मसीह को देखने के लिए? നിങ്ങൾ ആ വലിയ ആഗ്രഹത്തോടെ യേശുവിന്റെ അരികിലേക്ക് പോകുവാൻ തയ്യാറായ. वो बहुत बड़ा इच्छा के साथ यीशु मसीह के पास आप लोग जाना ഈ चाहिए. സക്കായി വിചാരിച്ചു യേശു അവനെ കാണത്തില്ല എന്ന് പറഞ്ഞ് മറഞ്ഞിരുന്ന് യേശുവിനെ നോക്കുവാനായിട്ട് തയ്യാറായി. और जक्कई ने चुप कर बैठकर यीशु मसीह को देखा. वो सोचा कि यीशु मसीह उनको नहीं देखेगा, എന്നാൽ യേശു അവിടെ എത്തി അവന്റെ പേര് പറഞ്ഞു വിളിക്കുവാനായിട്ട് लेकिन തയ്യാറായി. यीशु मसीह उधर पहुंचकर उसका नाम बुलाकर उसको बुलाया. യേശുവിന് ആരെങ്കിലും പേര് പറഞ്ഞു കൊടുത്തു സക്കായിയുടെ?